ഹലോ ഗൈസ്, ഇന്നത്തെ കറക്കം നേരെ ലുലു മാളിലോട്ടാണ് കേട്ടോ പോണത്. ഒരു സന്ധ്യയായേ, ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരു 6-6:30 ആവും. ഇതാണ് കേട്ടോ, ഈ ഒരു ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോണത്. ഇത് രണ്ടും മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് തവണ ഇട്ട്, എന്നാലും ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഇതാണ് എടുത്തിടുന്നത്. ഇതിൽ സംഭവം പോക്കറ്റൊന്നും ഇല്ല കേട്ടോ ഈ ജീൻസിൽ. നമ്മളെ ബെല്ലി ഫാക്റ്റൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയ പോലെ ഇരിക്കണ ടൈപ്പായിട്ടുള്ള ജീൻസാണ്. 300 സംതിങ് എത്രയായി. ഞാൻ 36 ആണ് കേട്ടോ എടുത്തിരിക്കണത്. ഞാൻ കുറച്ചൊന്ന് ശരീരം ഉണങ്ങിയപ്പോഴേ എനിക്ക് ചെറിയ അളവ് മതിയായിരുന്നു. ആദ്യം എടുത്തത് ഞാൻ റിട്ടേൺ ചെയ്തിട്ടാണ് 36 ഓക്കെ ആയത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫിറ്റായിട്ട് കിടക്കും. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പോക്കറ്റില്ല, ഫോണൊന്നും വയ്ക്കാനോ ഒരു മുട്ടായി പോലും വയ്ക്കാൻ സംഭവങ്ങളൊന്നുമില്ല. ഈ ഉടുപ്പും അവിടെ നിന്ന് വാങ്ങിച്ചതാണ് മീഷോയിൽ നിന്ന്. നല്ല അടിപൊളിയാണ് കേട്ടോ, XL സൈസും. ബ്ലാക്ക്, എനിക്ക് ഇത് രണ്ടിനെക്കാട്ടിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ജീൻസായിരുന്നു കുറേ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി വാങ്ങിക്കണം. അപ്പോൾ ഈ ഡ്രസ്സാണ് കേട്ടോ. ആയിഷും ജീൻസും ഷർട്ടും ആയിരുന്നേ, ഫുൾ സ്ലീവ്. ചേട്ടനും അത് തന്നെയായിരുന്നു. എല്ലാവരും ഇന്നലെ ഫുള്ള് ജീൻസായിരുന്നു. ഒരു 6 മണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 6:30 അടുപ്പിച്ചായി, സന്ധ്യാവാറായി പോണ വഴിയൊക്കെ. എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉണ്ട് കേട്ടോ, ജീൻസ് ഇട്ട് ഫിറ്റായിട്ടിരിക്കണോണ്ട് അറിയണില്ല എന്നുള്ളൂ. കണ്ട ബ്ലും ഒക്കെ ഉണ്ട്. അല്ലെങ്കിലും വയറൊക്കെ ഒന്ന് ഒട്ടിയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇന്നർ, ആ സംഭവമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഷേപ്പായിട്ടൊക്കെ കിട്ടിയത്. അല്ലെങ്കിൽ അത്യാവശ്യം വയറിൽ സൈഡ് ഫാക്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എക്സസൈസൊക്കെ ഒരുവിധം നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി ചെയ്ത് തുടങ്ങണം. ഇത് നമ്മൾ പോണതാണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉയരോട്ടൊക്കെ എത്തിയ ഭാഗമാണ്. എത്താറൊന്നും ആയില്ല, പകുതി പോലും ആയില്ല. ഇത് പകുതി അടുപ്പിച്ചാവും ഇപ്പം. ഞങ്ങൾ ആദ്യമേ ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയ, വെള്ളം ദാഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. വാട്ടർ മെലനാണേ പറഞ്ഞ 3 പേർക്കും. പിന്നെ ഒരു പപ്സും കൂടി കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ മധുരം കുറച്ച് കൂടുതലായിരുന്നു. എനിക്ക് കുറച്ച് മധുരം മതി കേട്ടോ, ഫ്രൂട്ട്സിൻ്റെയൊക്കെ ജ്യൂസ് പറയുമ്പോഴത്തേക്ക്. പക്ഷേ ഇന്നലത്തേൽ കൂടുതലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. തണുപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുടിച്ചു. അങ്ങനെ ആയിഷും കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേറെ മുട്ടായി ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. ആയിഷ് എന്താ മുട്ടായിക്ക് പിണങ്ങിയിട്ടാണ് ഇറങ്ങി വരണത്. പിന്നെ ആയിഷിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അവിടെ നല്ല അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഏകദേശമൊക്കെ എത്താറായ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പമ്പുണ്ട്, അതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഏത് പമ്പെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാൻ നോക്കി ശ്രദ്ധിച്ചില്ല. ഒരു പമ്പുണ്ട്, അത് എൻട്രൻസ് ആണ്, കാണുന്നതാണ് ലുലു മാള്. അതിൻ്റെ ഫ്രണ്ടിൽ ആന വണ്ടി വന്ന് കയറി, അത് കാണാൻ പറ്റിയില്ല. ഇത് പാർക്ക് ചെയ്യാനായിട്ട് പോണതാണ് കേട്ടോ. സൈഡിൽ അകത്ത് വെച്ച് കേട്ടോ. പുറത്തും വേണമെങ്കിൽ വെക്കാം. ഇവിടെ വെക്കണതിന് പൈസ കൊടുക്കണേ, അകത്ത് വെക്കണതിന് മണിക്കൂർ എത്ര രൂപയാണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഈ സംഭവം എല്ലാം എടുത്ത് നേരെ കയറുന്നതിൻ്റെ അവിടെ മെഹന്തി ഓഫറിലിട്ടിരുന്നു കേട്ടോ. ഞാൻ ഈ സംഭവം വാങ്ങിച്ച് 2 വാങ്ങിച്ച് 12 രൂപ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേതിന് ഇത്തിരി കൂടെ ചെറുതായിരുന്നു കേട്ടോ. അങ്ങനെ 2 വാങ്ങിച്ച്. പിന്നെ ഈ ഒരു സ്പ്രേ എടുത്ത്, സ്പ്രേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പണാക്കി എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇന്നലെ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഈ കുപ്പി ഗ്ലാസ് വാങ്ങിക്കാമല്ലോ എന്ന് കരുതി നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് തേങ്ങ വാങ്ങിച്ച്, വെണ്ടയ്ക്ക വാങ്ങിച്ച്. പിന്നെ ഈ കാണുന്നത് ആയിഷ് ഇത് ഡോണറ്റ് സെലക്ട് ചെയ്യണതാണ് കേട്ടോ. ഈ കിറ്റ്കാറ്റിൻ്റെ ഡോണറ്റാണ് വാങ്ങിച്ചത്. ഇത് നോക്കാം, ആമേനെ കിടക്കുന്നത് പന്നായിരിക്കും. മറ്റേ ലവൻ പറയും പോലെ മുതുക്ക് പന്നി കേട്ടോ. പിന്നെ നമ്മൾ ഈ KFC ചിക്കൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആ ലോലിപ്പോപ്പ് പോലത്തെ ഈ ചിറവിൻ്റെയും നെഞ്ചിൻ്റെയും എവിടെയൊക്കെ ഉള്ള പീസായിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചേ. ഇത് ബില്ലിടാൻ നിൽക്കണതാണ്. ആയിഷ് നടന്ന് തളർന്ന് അവസാനം ആ സാധനം വാങ്ങിയിടണം അതിനകത്ത് ഇരിപ്പായി ഫോണിൽ കളിച്ചുകൊണ്ട്. ഇതാണ് കേട്ടോ സംഭവം. ഇനി കഴിക്കാനുള്ള ഊഴമാണ്. എല്ലാം കൂടെ കഴിച്ച് അവസാനം മത്തായി പോയി കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചായിരുന്നു, കട്ടാക്കി വെച്ചിരിക്കണം എല്ലാം. വാട്ടർ മെലൺ, പൈനാപ്പിൾ, ഓറഞ്ച്, പിന്നെ മറ്റേ മത്തങ്ങ എന്തെല്ലാം ഉണ്ടല്ലോ, മഞ്ഞ കളർ, അതൊക്കെ ഇന്നലെ വാങ്ങിച്ചിട്ട് എന്തിനാണെന്ന് ട്രൈ ചെയ്യാൻ. അത് കൊള്ളൂല, ഒരുമാതിരി ഇരിക്കണത്. എന്നാലും കഴിച്ച്. പിന്നെ ക്യാരറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ, സ്ലൈസ് ചെയ്തിട്ടിരിക്കണം. അത് നല്ല അടിപൊളിയായിരുന്നു. അവർ ഉപ്പെങ്ങാണ്ട് ഇട്ടെന്ന് തോന്നുന്നു. പിന്നെ സോസൊക്കെ വാങ്ങിച്ച്, മയോണൈസ് വാങ്ങിച്ച്, എല്ലാം അവിടെ തന്നെ വാങ്ങിച്ച്. പ്ലേറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു നമ്മൾ കഴിക്കാനായിട്ട്. 25-30 എത്രയേ ഉള്ളൂ പ്ലേറ്റും. അതെല്ലാം വാങ്ങിച്ച് പിന്നെ അങ്ങ് തട്ടി കിടക്കുമായിരുന്നു. അവിടെ വായി നോക്കിയൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. തേരാ പാര ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കും എപ്പോഴും.
റെസ്റ്റില്ല. പിന്നെ നോമ്പ് തുടങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, തേർത്തുമ്പഴത്തിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പോയപ്പോഴാണ് കേട്ടോ സംഭവം കാണുന്നത്. ഞാൻ കഴിക്കണ ഇതൊന്നും ആരും കണ്ട് പേടിക്കണ്ട കേട്ടോ. ലിപ്സ്റ്റിക്കൊന്നും പോയാൽ കുഴപ്പമില്ല, ചിക്ക അകത്താക്കണം. അങ്ങനെ അവിടെ ഒട്ടകമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ താഴെ മാർജിൻ ഫ്രീയിൽ അവിടെ. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ മുസ്ലിംസിൻ്റെ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. പിള്ളേർ കളിക്കണതിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരുമാതിരി വയലറ്റ് പോലത്തെ സംഭവത്തിൽ കെട്ടി തൂക്കിയിരുന്നു. അങ്ങനെ കഴിച്ച് കൈയെല്ലാം കഴുകാൻ പോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ കണ്ണടി. അങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ആൾ വരണം നിൽക്കുന്നുണ്ട്, എനിക്കൊരു നാണക്കേടായതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മാറിയായിരുന്നു. പിന്നെ കൈ ഉണങ്ങണ സംഭവമാണ് കേട്ടോ, കാറ്റും ഭയങ്കര ചൂടും എല്ലാം കൂടി എടുത്തെടുത്താണ് വെച്ചത്. പിന്നെ ഇത് ജോക്കറാണോ ആരാണെന്ന് അറിഞ്ഞൂടാ, ഇനി മീശോക്കാരൻ്റെ ആരെങ്കിലും ആണെന്ന് അറിഞ്ഞൂടാ. എമ്മൊക്കെ കൊടുത്തിരിക്കുന്നു. ആ സംഭവത്തിൽ ആയിഷ കയറിയിരുന്ന് അങ്ങേർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. കൈ കഴുകാൻ പോയിട്ട് വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. പിന്നെ നേരെ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കുറേ നേരം ഇരുന്ന് കഴിച്ചെടുത്ത് തന്നെ കുറേ നേരം ഇരുന്ന് കേട്ടോ. ആദ്യം ഞാനും ആയിഷ കൈ കഴുകാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് ചേട്ടൻ പോയത്. അപ്പം അരമണിക്കൂർ അടുപ്പിച്ച് അവിടെ തന്നെ ഇരുന്ന് ചിക്കനൊക്കെ തിന്നതിൻ്റെ ഒരു ക്ഷീണം. അത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളിരുന്നത് നേരെ ആ തിയേറ്ററിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ്. ആ PVR എന്ന് എഴുതിക്കണല്ലേ, സൂപ്പർ ഫ്ലെക്സ എന്തോ ആ സംഭവം. നമ്മൾ ഓൾറെഡി അവിടെ കയറി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ സിനിമയിൽ കാണാൻ പോകാമല്ലെന്ന് കരുതിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ മൈൻഡെല്ലാം മാറി നേരെ മാർജിൻ ഫ്രീയിലോട്ട് കയറി. ഇത് ആയുഷിന് ഗെയിമൊക്കെ കളിക്കുന്ന ഏരിയയിൽ പോയത്. അവിടെ ചെന്നിരുന്നാണ് കൂടുതലും റെസ്റ്റ് ചെയ്തത് കേട്ടോ. 1 മണിക്കൂർ അടുപ്പിച്ച് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം. അവിടുത്തെ പാട്ടും കാറ്റും തണുപ്പും എല്ലാം കൊണ്ട് നല്ല അടിപൊളി ഇതായിരുന്നു. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞ് ഒരു 9:30-10 മണി അടുപ്പിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ആയിഷ ഓടി നടന്ന് എല്ലാത്തിലും കയറൊക്കെ വരുന്നു. ടിക്കറ്റൊന്നും എടുത്തില്ല കേട്ടോ. മറ്റേ ആ കാർഡുണ്ടല്ലോ അതൊന്നും എടുത്തില്ല. ആയിഷ ഓൾറെഡി അതിലൊക്കെ കയറിയിട്ടുണ്ട്. എല്ലാത്തിലൊന്നും അല്ല, ചിലതിൽ. പിന്നെ ഇതിലൊക്കെ എല്ലാത്തിലും മാറി മാറി കയറി നോക്കിയിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ച് കേട്ടോ. ഇത് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് വരണതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.